നമസ്കാരം. ഇന്ന് ഒരു പുസ്തകത്തെ പറ്റി സംസാരിക്കാം. മാധ്യമപ്രവർത്തകൻ സനീഷ് ഇളയിടത്ത് അരുന്ധതി റോയുടെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ പുസ്തകം, അത് പ്രിയ എസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിനെ പരാമർശിച്ചുകൊണ്ട് സനീഷ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ആ പുസ്തകം ഞാൻ വായിക്കാനുണ്ടായ സാഹചര്യം. അതിലൊന്ന് രണ്ട് വാചകങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. 16-ാമത്തെ വയസ്സിൽ അമ്മനോട് വഴക്കിട്ടിട്ട് അരുന്ധതി റോയ് ഡൽഹിയിലേക്ക് മാറിപ്പോവാണ്. ശേഷം ആത്മകഥ പുറത്തിറങ്ങിയതിന് ശേഷം 2-3 ആവർത്തി അരുന്ധതി റോയുടെ അമ്മ ആ പുസ്തകം വായിക്കുകയും അതിലെ ചില കാര്യങ്ങൾ ഇതെങ്ങനെയാണ് എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് അതിനുള്ള പ്രായമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അച്ഛനും അമ്മയും വേറെ പിരിഞ്ഞിട്ട് കുട്ടികളെ രണ്ടുപേരുടെ നീ എടുത്തോ അല്ലെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ ഒരു അധ്യായത്തിൽ അതിനെക്കുറിച്ചിട്ട് അരുന്ധതി റോയ് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ അരുന്ധതി റോയിയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ്, അന്നത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ലല്ലോ മോളെ എന്നുള്ളത്. അപ്പോൾ അരുന്ധതി റോയുടെ മറുപടി ഇറ്റ്സ് ഫിക്ഷൻ അമ്മ എന്ന് പറയുന്നുണ്ട്. അമ്മ തിരിച്ച് മറുപടി പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചുമരിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് തോന്നിയുള്ള കാര്യം ഭാവനയുടെയും ജീവിതാനുഭവങ്ങളുടെയും ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ നമുക്ക് സമാനമായിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധി ഉറക്കാത്ത ഒരു പ്രായത്തിലുണ്ടാകുന്ന ഒരു സംഭവം. എന്നാൽ അരുന്ധതി റോയുടെ മനസ്സിൻ്റെ കോളിൽ അത് എവിടെയോ കിടന്നിട്ടുണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. പുസ്തകം ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. ഞാനത് വാങ്ങിക്കാനുണ്ടായ സാഹചര്യം ഇതാണെന്ന് തോന്നിയപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വിശദമായ വായനയ്ക്ക് ശേഷം പുസ്തകത്തെക്കുറിച്ച് പറയാം. താങ്ക് യു.